ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ കൊറോണയുടെ കേസൊക്കെ കൂടുതലുണ്ട് എങ്കിൽ കൂടിയും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു അവസ്ഥയൊക്കെ മാറിപ്പോകും. നമുക്ക് നല്ലൊരു നാളെ വരും, ഉറപ്പായിട്ടും ഉണ്ടാകും. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തു പോയവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് ലോകര് തന്നെ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒരു എഗ് മഞ്ചൂരിയൻ ആണ്. ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ടയാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാം. കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു 5 കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഒരു സവാള ചെറുത് മതി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 പച്ചമുളക്, ഒരു കോഴിമുട്ട, വെളുത്തുള്ളി ഒരു 8 അല്ലി, മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഒരു 100-150 ഗ്രാം 200 ഗ്രാം അളവ് കിട്ടും നമുക്ക്. ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ആവശ്യത്തിലുള്ളത് കുറച്ചായിട്ട് ഉപയോഗിച്ചാൽ മതി. ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുട്ട താറാമുട്ട ഒരിക്കലും എടുക്കരുത്, കോഴിമുട്ട തന്നെ എടുക്കണം. വൈറ്റ് ലെഗറാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ലെഗറിനാണെങ്കിലും കുഴപ്പമില്ല, താറാമുട്ട ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മുട്ടയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഗ് വൈറ്റ് മാത്രം എടുക്കാം. മഞ്ഞക്കരുവെല്ലാം മാറ്റാം. എല്ലാം ഇതുപോലെ എഗ് വൈറ്റ് വേർതിരിച്ച് മഞ്ഞക്കരു മാറ്റി എടുക്കാം. ഓൾറെഡി മുട്ട നമ്മളിവിടെ പുഴുങ്ങി വെച്ചേക്കുകയായിരുന്നു കേട്ടോ. മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പിട്ട് പുഴുങ്ങുകയാണെങ്കിൽ നമുക്കെപ്പോഴും മുട്ട പൊട്ടാതെ കിട്ടും. അതിൻ്റെ എഗ് വൈറ്റ് ഒന്നും പോവാതെ നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ കിട്ടും. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നടുകെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത ശേഷം കുഞ്ഞു പീസായിട്ട് നമുക്ക് ഈ എഗ് വൈറ്റ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട്, എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ മാംഗോ പൗഡർ എടുത്തത് അതും ഇട്ട് കൊടുക്കാം. അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതനുസരിച്ചാണ്. മുളക് പൊടിയിൽ മാത്രമാണ് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ഗരം മസാലപ്പൊടി അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1 കപ്പ് കടലപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന എഗ് വൈറ്റിൻ്റെ അളവനുസരിച്ച് മിക്സ് ചെയ്ത ശേഷം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം വീണ്ടും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് മതിയാകും. ഇനി ഒരു 3 വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചോപ്പ് ചെയ്ത പോലെയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അരച്ച് ചേർക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം നല്ലപോലെ ചതച്ച് ചേർത്തു. ഇനി നമുക്ക് ഇഞ്ചിയും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 3 വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും നമ്മൾ എടുത്തിരിക്കുന്ന വലിയ കഷ്ണത്തിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമുക്കിതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഒരു 1/4 ഭാഗത്തോളമാണ് നമ്മളിതിന് മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം.
ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ മുട്ടയുടെ ആ ഒരു വെള്ളക്കരുവും മഞ്ഞക്കരുവും എല്ലാം കൂടി തന്നെ ഇതിൽ നന്നായിട്ട് ഇത് ലിക്വിഡായിട്ട് നമുക്ക് ബാറ്ററി ശരിയായി കറക്റ്റ് അളവിൽ കിട്ടും. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. കണ്ടോ, ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടായി വെച്ചു. അകം കുഴിഞ്ഞ ഒരു കടായി തന്നെ ആയിരിക്കണം കേട്ടോ വെക്കേണ്ടത്. കാരണം മുട്ട ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ ബാറ്ററായിട്ടാണല്ലോ ഇടുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിൽ ചേർന്ന് പിടിക്കുന്നത് ഒന്ന് അടർത്തി മാറ്റി കൊടുക്കണേ. കണ്ടോ, ഒട്ടിപ്പിടിക്കില്ല എങ്കിൽ കൂടിയും ചേർന്ന് വരുമ്പോൾ ഒന്ന് അടർത്തി മാറ്റണം. ഒരളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു സ്പൂണിൻ്റെ അളവിലെടുത്താൽ മതി. ഇത് ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. കണ്ടോ, പൊട്ടിത്തെറിക്കുന്ന കണ്ടോ. മുട്ടയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ പുഴുങ്ങിയ മുട്ട എപ്പോഴും ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ അതിലിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. കണ്ടോ, ഈ ഒരു യെല്ലോ ഗോൾഡൻ കളർ നമുക്ക് കിട്ടിയാൽ മതി. എല്ലാം ഇതുപോലെ നമുക്ക് ഈ അളവിൽ തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും ചേരണ്ട. നല്ലപോലെ വറുത്ത് കോരാം. എല്ലാം നമ്മൾ ഇതുപോലെ നന്നായി വറുത്ത് കോരി. കണ്ടോ, നമ്മൾ എടുത്ത ശേഷം വീണ്ടും അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് വറുത്ത് കോരുന്ന ഡീപ്പ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പൊട്ടിത്തെറിക്കുന്ന ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും അകത്ത് ഈ പറയില്ലേ ഉള്ള് കുഴിയുള്ള പാത്രം എടുക്കണം എന്ന്. അതുകൊണ്ടാണ് ഈ കുറച്ച് ചീനച്ചട്ടി എടുക്കുമ്പോൾ അത്തരം പാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ ദേഹത്തേക്കൊന്നും കൊള്ളില്ല. എല്ലാം നമ്മളിതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഒരേ അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം വറുത്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയൊക്കെ ചേർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു കടായി വെച്ചു. കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ മതി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇതിനെ ഫ്രൈ ചെയ്യാനും നമ്മൾ സൺഫ്ലവർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബാക്കിയുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ പച്ചമണം മാറുന്ന മാത്രം അളവിൽ വാടി കിട്ടിയാൽ മതി. ഒട്ടും നമുക്കത് വേവിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വാടി വരുമ്പോഴേക്കും നമ്മൾ പൊരിച്ചു കോരി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, എഗ് വൈറ്റും എല്ലാം കൂടി ചേർന്നത്, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നേരത്തെ നമ്മൾ ചേർത്തിട്ടാണ് ഇത് വറുത്ത് കോരിയിരിക്കുന്നത് ബാറ്റർ. അതുകൊണ്ട് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കൊരു 5 പച്ചമുളക് ഇതുപോലെ നടുകെ ഛേദിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറയ്ക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡിഷ് ഇതാണ്.
എഗ് മഞ്ചൂരിയൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. പിന്നെ ഇതിൻ്റെ കറക്റ്റായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കറക്റ്റ് നോക്കിയ ശേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ.